ബീഹാറിൽ വോട്ടർ പട്ടിക പുനഃപരിശോധന നടന്നപ്പോൾ 52,74,000 ആളുകൾ വോട്ടർ പട്ടികയിൽ പുറത്താകാൻ പോവുക. അതിൽ 18,70,000 പേര് മരിച്ചുപോയവരാണ്. 7.5 ലക്ഷം പേർക്ക് മറ്റ് പലയിടങ്ങളിൽ വോട്ടുണ്ട്. ഇവരെയൊക്കെ നീക്കിയിട്ടാണ് 52,74,000 പേരെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്തവരായി 2003 ശേഷം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. ബംഗാളിൽ ഇത് ചെയ്യും, മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ ചെയ്യും. അങ്ങനെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രക്രിയ BJPയെ സഹായിക്കാനാണ് വോട്ടർമാരെ പുറത്താക്കുന്നത് എന്ന് പറയുന്നു. അതിനകത്ത് ഒരു കണക്ക് കേട്ടത് 43.7% ആളുകൾ, 43.7 ലക്ഷം ആളുകൾ നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയ വോട്ടർമാരാണെന്നും ബീഹാർ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട്. അത് ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കുക, റിവൈസ് ചെയ്യുക, ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. അതിനിടയ്ക്കുള്ള ഒരു ഏർപ്പാടാണ് സമ്മറി റിവിഷൻ. അത് കഴിഞ്ഞാണ് ഈ ഇൻറ്റൻസീവ് റിവിഷൻ. ഇൻറ്റൻസീവ് റിവിഷൻ 2003 ശേഷം പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടില്ല. 2003 വരെ പലതവണ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നടത്തുന്നതിൽ ഇത്ര പരാതി എന്താ? കള്ള വോട്ടർമാരുണ്ടെങ്കിൽ അവർ മാറ്റണ്ടേ? അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ശരിയാണ്. ആരും അതിനെ അനുകൂലിക്കില്ല. അപ്പോൾ പിന്നെ പേടി എന്താ? BJPയുടെ വോട്ടർമാരെ മാത്രം നിലനിർത്തി മറ്റുള്ളവരെ പുറത്താക്കി ഇതെങ്ങനെ തിരിച്ചറിയും? നമുക്ക് പ്രൊക്ലെയിംഡ് BJPക്കാരുണ്ട്, അവരെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെയുള്ള വോട്ടർമാർ ഇയാൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ആളാണോ അതോ CPMനാണോ, ആർക്ക് വോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ അറിയും? അതറിയാൻ യാതൊരു മാർഗവുമില്ല. ഇനി അങ്ങനെ അറിഞ്ഞവർ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെയും RJDയുടെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ബൂത്തിലെ ഏജൻറ്റില്ലേ, അവരൊക്കെ ഇരുന്നാണല്ലോ ഇത് ചെയ്യുന്നത്. ഈ റിവിഷൻ നടത്തുന്നത്, ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വീട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥൻ പോയിട്ട് 3 തവണ അപ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യുക? അപ്പോൾ അത് വെറുതെ ഉള്ളൊരു ബഹളമാണ്. ഇപ്പോൾ ഈ ആളുകൾക്ക് ഒരു കാര്യത്തിൽ ബീഹാറിൽ കയറി അവിടെ എന്തോ കുഴപ്പമുണ്ടാക്കുന്നു. കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കയ്യിലുള്ളത് ജൂലൈ 22 ചൊവ്വ ഇന്നലത്തെ മനോരമ പേപ്പറിൻ്റെ 4-ാം പേജാണ്. അതിൽ എത്ര വലുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്: വോട്ടർമാർ പുറത്തായത് സമ്മറി റിവിഷൻ വഴി. ശുദ്ധീകരണം നടത്തിയത് 2 വർഷത്തിനിടെ പുറത്തായത് 9.78 ലക്ഷം പേർ. 4 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 9.78 ലക്ഷം. 10-16 കോടിയുള്ള ബീഹാറിൽ കറസ്പോണ്ടിങ് ആയിട്ട് 20 ലക്ഷം 50 ലക്ഷമൊക്കെ പുറത്താകും. ഇത് പുറത്തു വരാൻ കാര്യം എന്ന് വെച്ചാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് 4.5 വർഷത്തിനിടെ 9.78 ലക്ഷം പേർ പുറത്താകാൻ കാരണം സമ്മറി റിവിഷൻ എന്ന പേരിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 തവണയായി നടത്തിയ ശുദ്ധീകരണം. ഇതും കേന്ദ്ര തിരഞ്ഞെടുപ്പിൻ്റെ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10.42 ലക്ഷം പേർ കുറവാണെന്നും ചൂണ്ടിക്കാട്ടി മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സംസ്ഥാന കമ്മീഷൻ്റെ റിവൈസ് ചെയ്ത വോട്ടർ പട്ടികയും കേന്ദ്രത്തിൻ്റെ റിവൈസ് ചെയ്ത വോട്ടർ പട്ടികയും തമ്മിൽ മാച്ച് ആവുന്നില്ല. 10 ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. ആ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 9.78. ആ വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് പരാതി നിയമപരമായി നേരിടും VD സതീശൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPM ശ്രമങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഞങ്ങളിത് കോടതിയിൽ ആർക്കും കോടതിയിൽ എന്തും ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തോട്ടെ. ഇതേ സാധനമാണ് ബീഹാറിൽ നടക്കുന്നത്. അപ്പോൾ അത് ആഗോളതലത്തിൽ വലിയ പ്രശ്നമാണ്. കേരളത്തിൽ അതും ഇനി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ CPM സ്വാധീനിക്കുന്നുണ്ടോ? സതീശൻ വിചാരിക്കുന്ന പോലെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കേന്ദ്ര സംവിധാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ സംസ്ഥാന ഘടകത്തെ CPM സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്.
എനിക്ക് മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവില്ല. എന്നെപ്പോലെ ഒരു പൗരൻ്റെ ആവശ്യം ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം പാടില്ല. ഡബിൾ വോട്ട് അത് ഇതൊന്നും പാടില്ല. എനിക്ക് കൊച്ചിയിൽ വോട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്യാൻ സൗകര്യം. കൊച്ചിയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും തിരുവനന്തപുരത്താണ് ഞാൻ തൽക്കാലം താമസിക്കുന്നത്, അവിടെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അവിടെ വോട്ട് ചെയ്തു. ഈ കൊച്ചിയും തിരുവനന്തപുരവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് സൗകര്യം കിട്ടിയാൽ കൊച്ചി, ഇല്ലെങ്കിൽ തിരുവനന്തപുരം. അല്ലെങ്കിൽ രണ്ടിടത്തും ചെയ്യുന്നവരുണ്ട്. രണ്ടിടത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ബട്ട് ഈ ബൂത്തിൽ ഏജൻറ്റുമാരിരിക്കുന്നത് എന്തിനാണ്? അവരിത് നോക്കൂല. ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തല്ലോ എല്ലാം. അപ്പോഴാണ് ഈ ഒരേപോലെയുള്ള ഫോട്ടോ, ഒരേപോലെയുള്ള പേര്, ഒരേ വാർഡ് നമ്പർ, ഒരേ പഞ്ചായത്ത് നമ്പർ, സുകുമാരൻ എന്ന പേര്, ഒരുപാട് സുകുമാരന്മാരുണ്ടാവാം. കെ സുകുമാരൻ, അതും കുറച്ച് പേരുണ്ടാവാം. അപ്പോൾ കെ സുകുമാരൻ്റെ അച്ഛൻ ആരാണ്? ദാമോദരൻ മകൻ സുകുമാരൻ. അതും യാദൃശ്യമായിട്ട് 2-3 എണ്ണമാണ്. അപ്പോൾ ഫൈനലി ഇത് ഇൻറ്റൻസീവ് റിവിഷൻ സംഭവിക്കുന്നത് വീട്ടിൽ പോയിട്ട് ഏതാണ് സുകുമാരൻ, കെ സുകുമാരൻ ഇതാണ്, ദാമോദരൻ മകൻ സുകുമാരൻ ഇതാണ്, മറ്റേ ആളിൻ്റെ അച്ഛൻ്റെ പേരും ദാമോദരൻ എന്നായിരുന്നു, മകൻ്റെ പേര് സുകുമാരൻ എന്നായിരുന്നു. അന്ന് വളരെ പോപ്പുലറായ പേരാണ് ദാമോദരൻ സുകുമാരൻ. ഇപ്പം മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അപ്പോൾ ഇതുപോലെയുള്ളത് നേരെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നു. ഏതായാലും അന്വേഷിക്കാൻ വീട്ടിൽ പോകുന്നു, എല്ലാവരുടെയും വീട്ടിൽ പോകുന്നു. ദാമോദരൻ്റെ മകൻ സുകുമാരനെ മാത്രമല്ല, മോഹൻദാസിൻ്റെയും സുനിലിൻ്റെയും ഒക്കെ വീട്ടിലെ ആൾ വരുന്നു, ചെക്ക് ചെയ്യുന്നു. തെറ്റെന്താ അതിൽ? പിന്നെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആ പൗരത്വം തീരുമാനിക്കുന്ന പൗരത്വമൊന്നും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നില്ല. ബട്ട് പൗരനായിരിക്കണ്ടേ വോട്ട് ചെയ്യാൻ, അത് ഭരണഘടന പറയുന്നുണ്ട്. അപ്പോൾ പൗരത്വ രേഖ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ ഇല്ലെന്ന് അവർ തീരുമാനിക്കുന്നില്ല. ബട്ട് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾ കാണണം. അതിന് അവർ 11 രേഖകൾ കൊടുത്താൽ ഈ 11 ഏതെങ്കിലും തന്നാൽ മതി ചേട്ടാണ്. ഹേയ് ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ. അപ്പോൾ അതിനകത്തൊരു കള്ളത്തിലില്ലേ? ഞാൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് ഞാൻ പറയണമെങ്കിൽ അതിനർത്ഥം എനിക്ക് എൻ്റെ പേര് പറയാൻ എന്തോ കുഴപ്പമുണ്ട്. സംതിങ് ഈസ് റോങ് വിത്ത് മീ. ഇതൊരു അതോറിറ്റി ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ ഡെഫിയൻസ് കാണിക്കുന്നത്. വഴിയെ പോയ ഒരാൾ താൻ ആരോടെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചും താൻ ആരോടെന്ന് ചോദിക്കും, അത് വേറെ കാര്യം. ബട്ട് വെൻ ആൻ അതോറിറ്റി ഈസ് ആസ്കിങ് യു ഹാവ് ടു ടെൽ. അതും ഇലക്ഷൻ കമ്മീഷൻ പോലത്തെ ഒരു അതോറിറ്റി. ഇതൊക്കെ വെറുതെ ഭോഷ്കാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഈ കോൺഗ്രസ് RJD ഒക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ കള്ളത്തരത്തിൻ്റെ. അല്ല, അപ്പോൾ ഇത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ ബംഗാളിലും ആസാമിലും ഒക്കെ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ മമത ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭയം. അത് സംഭവിക്കുക അത് അനുവദിക്കത്തില്ല എന്ന് മമത പറഞ്ഞിട്ടുണ്ട്. അല്ല, അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു ഗുണ്ടായിസമാണ്. മമതാ ബാനർജി കുറേ കാലമായിട്ട് ഗുണ്ടായിസം കളിച്ചാണ് അവിടെ നേടുന്നത്. അവരുടെ ഗുണ്ടായിസം ഗ്രാമതലങ്ങളിൽ വരെ എത്തിക്കാൻ അവർക്ക് ആളുമുണ്ട്. ഇപ്പം ഈ പഴയ CPMകാരാണല്ലോ മമതയുടെ കൂടെ ചേർന്നിരിക്കുന്നത്. ഗുണ്ടകൾ തന്നെ. നേരത്തെ CPMലായിരുന്നു, ഇപ്പം മമതയുടെ കൂടെ. പ്ലസ് ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞേറിയ ലക്ഷക്കണക്കായ മുസ്ലിങ്ങളും വളരെ ബീഹാറിൽ തന്നെ ഈ പറഞ്ഞ പോലെ 43.7 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ബംഗ്ലാദേശികളും നേപ്പാളികളായിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് ഇവര്. അങ്ങനെയാണ് ബംഗാളിൽ എത്ര കാണും? ഈ ആധാർ കാർഡ് അംഗീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞു ആധാർ കാർഡ് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് അതിൽ വരാൻ പോകുന്ന പ്രശ്നം, ഞങ്ങൾ നടത്തിയ സ്റ്റഡിയിൽ 100 ജനസംഖ്യയാണെങ്കിൽ 137 ആധാർ കാർഡുണ്ട് ബീഹാറിൽ. 37 ആധാർ കാർഡ് എക്സ്ട്രാ ഉണ്ട് ഓരോ 100 ആളിനും. അപ്പോൾ ഞങ്ങളിതിൽ ഏത് ആധാർ കാർഡ് എടുക്കണം? ഈ ഒരുപാട് വ്യാജ ആധാർ കാർഡുകളുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞത് ആധാർ കാർഡ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കാൻ പറ്റില്ല. കള്ളത്തരം ഒരുപാട് നടന്നിട്ടുണ്ട് ആധാർ കാർഡിൽ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? വീഴ്ച എന്ന് പറഞ്ഞാലേ, ഇപ്പം നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ഉണ്ടാക്കുന്നു. ഓരോ ആളിൻ്റെ കൂട്ടത്തിലും ഒരു പോലീസുകാരനില്ലല്ലോ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ഉണ്ടാക്കുന്നു, അത് പല സ്ഥലത്ത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. നിങ്ങൾ ID കാർഡ് വേണമെന്ന് പറയുമ്പോൾ ഇത് കാണിക്കുന്നു.
ക്രൈമൊന്നുമില്ല അതിനകത്ത്. നിങ്ങളത് വെച്ച് ക്രൈമൊന്നും ചെയ്യുന്നില്ല. യു ക്യാൻ കണ്ടിന്യൂ ഫോർ ഇയേഴ്സ് ടുഗദർ. ബിക്കോസ് ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ ആവശ്യത്തിന് ഒരു അതോറിറ്റി നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, ആധാർ കാർഡ് കൊടുക്കുന്നു, നിങ്ങൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല. ഹോട്ടലിൽ താമസിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോയി. ട്രെയിനിൽ TT വരുമ്പോൾ ആധാർ കാർഡ് കാണിച്ചു, ഫ്ലൈറ്റിൽ ആധാർ കാർഡ് കാണിച്ചു. ഇതിലൊന്നും ഒരു ക്രൈമും ഇല്ലെങ്കിൽ സുനിലിന് ഈ വ്യാജ ആധാർ കാർഡുമായിട്ട് വർഷങ്ങളോളം അവസാനം ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഏജൻസിയുടെ ആവശ്യത്തിന് ചോദിക്കുമ്പോഴാണ് ഒരു പോലീസ് കേസിൽ സാക്ഷിയോ അത് ഇതാകുമ്പോൾ സുനിൽ ഓർക്കാതെ ഇതേ കാർഡ് എടുത്ത് കൊടുക്കും. അവരത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഇത് ക്ലാഷ് ആവും. ഈ നമ്പർ കാണുന്നില്ല. അപ്പോൾ അവർ സുനിലിനോട് പറയും, ചേട്ടനും ഇവിടെ ഇരിക്കേ, ഞങ്ങൾ വിളിക്കാൻ കേട്ടോ. ദെൻ ദേ വിൽ ഓപ്പറേറ്റ്. ഫൈനലി ദേ വിൽ സേ ഈ ആധാർ കാർഡ് എവിടെ നിന്ന് കിട്ടി, ബാക്കി കേസൊക്കെ നിൽക്കട്ടെ, ആദ്യം ഇത് പറഞ്ഞു. അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. അതല്ലാതെ ഇപ്പോൾ സ്വപ്നം വെറുതെ ആൾക്കാരെ ഓരോരുത്തരെയും പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുവന്ന് പറഞ്ഞ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇത് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഫ്രോഡ് എപ്പോഴും നടക്കും. അത് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കേറിയസ്ലി ദേ ആർ ലയബിൾ. ബട്ട് ക്രൈംസ് വിൽ ഹാപ്പൻ. 140 കോടി ജനങ്ങളോടടുത്ത് വ്യാജ ആധാർ കാർഡ്, വ്യാജ വോട്ടർ ID, വ്യാജ റേഷൻ കാർഡ്, എന്തെല്ലാം വ്യാജം നടക്കുന്നു. വിത്ത് ഓൾ സെക്യൂരിറ്റി ഇതിനകത്ത് ഈ മറ്റേന്താ തട്ടിപ്പുണ്ടല്ലോ ഫോണിൽ, എന്താ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. എത്ര പേര് അത്രയും തട്ടിപ്പിൽ നടക്കും? അതും വലിയ വിദ്യാഭ്യാസവും വിവരമുള്ളവർ. ഹൈക്കോടതി ജഡ്ജി വരെ പെട്ടുപോയി. അപ്പോൾ തട്ടിപ്പ് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതിന്ന് വിട്ടുകളയാൻ നമുക്ക് പറ്റില്ല, അത് അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് ആധാർ കാർഡിൻ്റെ പ്രശ്നം ഇത് ചില ജില്ലകൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബീഹാറിൽ. ഫോർ എക്സാമ്പിൾ കിഷൻഗഞ്ച്, അവിടെയാണ് മാക്സിമം ഇതുപോലെ വ്യാജ ആധാർ കാർഡുകൾ പോയിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും അധികം ബംഗ്ലാദേശി ഇൻഫ്ലക്സ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷന് പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. പക്ഷേ പൗരത്വത്തിൻ്റെ തെളിവ് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അത് ചോദിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി പറയുന്നത്. ഈ നാട്ടിലെ പോലീസുകാരന് എനിക്ക് ID കാർഡ് തരാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ബട്ട് ID കാർഡ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുണ്ടല്ലേ? ഇതാണ് വ്യത്യാസം. പൗരത്വം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പൗരത്വം തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. പക്ഷേ പൗരനാണെന്നുള്ളതിൻ്റെ ആ കടലാസ് ഒന്ന് കാണിച്ചാൽ ഹം കാഗസ് നെയ് ദിഖായെങ്കെ, तो फिर मुश्किल है. ഏതായാലും 97% ആളുകളും ഇനോമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ജനം സഹകരിക്കുന്നുണ്ട്. അവിടെ ജനത്തിന് എളുപ്പമാണെന്ന് ഇവർ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല. ഇവരുടെ പ്രശ്നം ഇവരുടെ വോട്ടർമാർ പുറത്താകുന്നുള്ളതാണ്. അത് ഈ ബംഗ്ലാദേശി, നേപ്പാൾ, ഭൂട്ടാൻ എവിടെ നിന്നും ഒക്കെ വന്ന പ്രേതങ്ങൾ, മറ്റേ റോഹിംഗ്യ ആ പ്രേതങ്ങളൊക്കെയാണ്. ഇതെല്ലാം ചേർന്ന പ്രേതങ്ങൾ പുറത്താകുമല്ലോ എന്നുള്ളതാണ് ഈ ഏതായാലും സുപ്രീം കോടതിയിൽ കേസുണ്ട്. സുപ്രീം കോടതി ADR ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. ADRൻ്റെ കേസ് പഴയ പോലെ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ പഞ്ചില്ല. പഴയ പഞ്ചില്ല. അല്ലെങ്കിൽ ഹെഡ്ലൈൻസ് ഒക്കെ ഒരുപാട് വാർത്തയായിട്ട് വരേണ്ടത് പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇതിൽ പക്ഷേ ഫലിച്ചു എന്നൊക്കെ വരാൻ കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ കയറി ഒന്ന് കടിക്കാനൊക്കെ സുപ്രീം കോടതിക്കും അല്പം താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ഈ സാധനം. എന്നുവെച്ചാൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ വക്കീൽ പറഞ്ഞു, ആരാണ് ഈ ADR? തർക്കിച്ചു വന്നപ്പോൾ ADRൻ്റെ വക്കീലായിട്ട് എനിക്ക് തോന്നുന്നു കപിൽ സിബലാണെന്ന് തോന്നുന്നു. ഇൻറ്ററപ്ഷൻ വന്നപ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റഡായി. ഇങ്ങനെ പറഞ്ഞു, യുവർ ലോർഡ്ഷിപ്സ്, ഹൂ ഈസ് ദിസ് ADR? They are coming with a public interest litigation. Have they lost their electoral vote anywhere? ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞൊരു ആളുടെ കേസിന് വരേണ്ടത്. അല്ലാതെ ബീഹാറിൽ റിവിഷൻ നടന്നു കഴിഞ്ഞാൽ പാവങ്ങൾ പുറത്താകുമെന്ന് പറഞ്ഞിട്ട് ADR എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി വരേണ്ട കാര്യം എന്താ? സോറോസിൻ്റെ സ്ഥാപനമല്ലേ? ദർ ഈസ് നോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ദിസ്. ഒരു വോട്ടർ പട്ടികയിൽ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞിട്ട് സുനിലിന് കേസിന് പോകാൻ പറ്റില്ലെന്ന് ഞാനല്ലേ കേസിന് പോകണ്ടേ? സുനിൽ പറയണം മോഹൻദാസ് പാവമാണ്, അങ്ങേരുടെ പേരിൽ പാവമാണെങ്കിൽ അയാൾ കോടതി വന്നോളും. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു 4 ലേഖനങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത
ഹർജിയാണ് ഇവരുടെ. Shall I say that 4 articles which were already published elsewhere, they copy-pasted from those articles and they converted it into a petition and they have filed it. അവിടെ വെച്ച് സുപ്രീം കോടതി ബ്രേക്ക് ഇട്ടു. സുപ്രീം കോടതിയിൽ ജൂനിയർ ജഡ്ജ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, ചീഫ് ഇരിപ്പുണ്ട്. ചീഫല്ലല്ലോ, ചീഫല്ല, വേറൊരാളാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ, പ്രായണം മിണ്ടാതിരുന്ന ആൾ, പുള്ളി പറഞ്ഞു, മിസ്റ്റർ ത്രിവേദി, ദിസ് ഈസ് നോട്ട് വൺ ഓഫ് യുവർ ബെസ്റ്റ് ആർഗ്യുമെൻറ്റ്സ്. എന്നുവെച്ചാൽ ഇത് മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട, കച്ചറയാകാം, മറ്റേ സൈഡ് വയലൻ്റ് ആകും അവരെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് പലതവണ ADRനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പല വക്കീലന്മാർ. അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ കപിൽ സിബൽ, മറ്റേ സിംഗ്വി, ഇവരൊക്കെയാണ്. പ്രശാന്ത് ഭൂഷണാണ് അവരുടെ സ്റ്റാർ അഡ്വക്കേറ്റ് ADRൻ്റെ. ബട്ട് സുപ്രീം കോടതിയിലും മറ്റു വക്കീലന്മാർ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ പോയിൻറ്റ്സ് ഒന്നും പത്രങ്ങളിൽ വരില്ല, TV യിൽ വരില്ല. ഇവർ പറയുന്നത് വാർത്തയാണ്. കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചു അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ചോദ്യം ചോദിച്ചാൽ അത് TV യിൽ വരും. ഇവരുടെ അടുത്ത് അൺകംഫർട്ടബിൾ ചോദ്യം ചോദിച്ചാൽ TV യിൽ വരില്ല. ആ പോർഷൻ ലൈവ് ലോയും മറ്റേ ബാർ ആൻഡ് ബെഞ്ചും ഒക്കെ ഒഴിവാക്കും. അവരുടെ വാദം റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ആ ആൾക്കാരുടെ ട്വിറ്ററിൽ കയറി നോക്കുക, ചില സമയത്ത് ഗ്യാപ്പായിരിക്കും, അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ ഒരു ട്വീറ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ 10 മിനിറ്റ് ട്വീറ്റ് കാണില്ല. അപ്പം തീരുമാനിച്ചാൽ മതി, തിരിഞ്ഞ് ഇങ്ങോട്ട് കടിക്കുകയാണ്. അതവർ ട്വീറ്റ് ചെയ്യില്ല. സുപ്രീം കോടതിക്കുള്ളിൽ സാധാരണ ആൾക്കാർക്ക് പോയിട്ട് ഇത് കാണാനും പറ്റില്ല. അക്രഡിറ്റ് വലിയ പ്രയാസമാണ് സുപ്രീം കോടതിയിൽ കയറിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ പല മലയാള മാധ്യമങ്ങളും സുപ്രീം കോടതിയുടെ മുമ്പിൽ നിന്ന് ലൈവ് നോക്കി ബാർ ആൻഡ് ബെഞ്ച് നോക്കിയിട്ട് തട്ടിവിടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം, ബാർ ആൻഡ് ബെഞ്ചിൽ വരുന്ന അതേപോലെ സ്ക്രോൾ ചെയ്ത് വരും. ബാർ ആൻഡ് ബെഞ്ചിൽ വരും. ഇവിടെ ഒരു 4 മിനിറ്റ് എടുക്കും ഇത് തർജ്ജമ ചെയ്യേണ്ടത്, മറ്റേത് ഇംഗ്ലീഷിനാണ്. എന്ത് വായിക്കോട്ടെ, അതൊക്കെ പ്രൊഫഷൻ്റെ പരിമിതികളാണ്. അവരെ പോകുമായിരുന്നു, കയറ്റിവിടുകയില്ല. അതുകൊണ്ടാണ്. ബട്ട് നെവർദലെസ് ഈ എക്സർസൈസ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് നമ്മുടെ NRCയുടെ തുടക്കമല്ലേ ആയിരിക്കാം. അതുകൊണ്ട് എന്താ NRCയിൽ തെറ്റെന്താണ്? വി ഹാവ് ടു നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്. ഇത് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഭാരതത്തിലെ ഇത് നോക്ക്, സുനിലിന് ഒരു ഇതില്ല, സിറ്റിസൺഷിപ്പ് ID എന്ന് പറയുന്ന സാധനമില്ല. പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഇത് സിറ്റിസൺഷിപ്പിൻ്റെ തെളിവല്ല. ആധാറിലുണ്ട്, റേഷൻ കാർഡിലുണ്ട്, ഇലക്ഷൻ ഐ ഡിയിൽ സകലതിലും എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ പൗരനാണെന്നുള്ളതിൻ്റെ തെളിവല്ല. പിന്നെ എന്താ തെളിവ്? അതിനി ഉണ്ടാക്കിയെടുക്കണം. 1956 മറ്റോ പാസ്സായ ആക്റ്റാണത്, സിറ്റിസൺഷിപ്പ് ആക്ട്. അതിനൊരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായ ബഹളത്തിന്. അപ്പം അതനുസരിച്ച് ഒരു രജിസ്റ്റർ ആവശ്യം. ഒരു രാഷ്ട്രത്തിൽ ആരൊക്കെയാണ് ആ നാട്ടിലെ ആൾക്കാരെന്ന് അറിയണ്ടേ? ആർക്കും വന്ന് കയറാം, എന്തും വന്ന് കയറാം. അതൊരു ശരിയായ കാര്യമല്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഒരു രാജ്യവും അങ്ങനെ ചെയ്യാറില്ല. ഏതായാലും ബീഹാറിലെ കാര്യങ്ങൾ പറഞ്ഞ് ബഹളം വെക്കുന്നവർ കേരളത്തിലെ കാര്യങ്ങൾ കൂടെ കാണണം. അതെ, അവർ ജൂലൈ 22 മനോരമ 4-ാം പേജ് വായിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.